ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃത്യമായിട്ട് മുത്തശ്ശി തന്ന മുഴുവൻ വിഷവും ഞാനതിലിട്ട് കലക്കി വെച്ചു. തിരിച്ചു വന്ന് അവളതെടുത്ത് കുടിക്കുകയും ചെയ്തു. എന്നാ പിന്നെ അവള് നേരം വെളുപ്പിക്കൂല. പാവം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പ്രിയ തന്നെ എടുത്ത് കുടിച്ചു. ഈശ്വര, അമ്മ നല്ല ആണ, കൊളുത്തിടാൻ മറന്നു. എന്റെ ദൈവമേ, എന്തൊരു വീഴ്ചയാ വീണത്. ദേഹം ഒന്നും അനക്കാൻ വയ്യ. ഒന്ന് കിടന്നാലോ? വേണ്ട, അവള് ചത്തൂന്നറിയാതെ ഇനി എനിക്ക് സമാധാനമില്ല.
ഓ. അയ്യോ 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 അയ്യോ. എന്താ അമ്മേ? എന്ത്? അമ്മയുടെ കൈക്കും കാലിനും ഒക്കെ എന്താ പറ്റിയേ? എനിക്ക് വേറെ കൈയും കാലും മുളച്ചു. ഞാന് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിശേഷം അന്വേഷിക്കാൻ വന്നിരിക്കുന്നു. അമ്മ ഇന്നെന്താ ഭക്ഷണം കഴിക്കാതിരുന്നേ? എനിക്ക് വേണ്ടഞ്ഞിട്ട്. അമ്മ എവിടെയാ പോയിരുന്നേ? ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയതാ. ഇനി അതിനും വിലക്കുണ്ടോ? അമ്മ അമ്പലത്തിൽ പോകുന്നതിന് എനിക്കെന്താ? അയ്യോ അയ്യോ അയ്യോ. അമ്മേ, സുഖമില്ലെങ്കിൽ അത് പറ. ചൂട് പിടിക്കോ ഒഴിഞ്ഞു തരികയോ എന്താന്ന് വെച്ചാ ചെയ്യാം. പറഞ്ഞാലല്ലേ പറ്റൂ. ഓ, ഞാൻ സുഖമില്ല എന്ന് പറയണം. എന്നിട്ട് നീ അത് പോയി 100 പെരുപ്പിച്ച് ദേവനോട് പോയി പറയണം. അവൻ ഉടനെ അടുത്ത വൈദ്യരെ തപ്പി ഇറങ്ങണം. എന്നിട്ട് സുകുമാരിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് നാട്ടുകാരെയും കൂട്ടി ചികിത്സയ്ക്ക് വരണം. അതല്ലേ നിന്റെ ഉദ്ദേശം? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? എനിക്കും എന്റെ പ്രിയങ്ക മോൾക്കും എന്തെങ്കിലും സംഭവിച്ചാലേ നിനക്കൊക്കെ അത് നേട്ടമാണല്ലോ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങളെ രണ്ടുപേരെ ഒതുക്കാനൊന്നും പറ്റില്ല. ആ, ചെല്ലാൻ നോക്ക്. ശത്രുക്കളെ കാണും പോലെയാ. നല്ലതെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാ എതിർത്താ മറുപടി. ശ്ശെ. നല്ലത് പറയാൻ പറ്റിയ നാവ്. അയ്യോ. എന്താ എടി മോളെ? മുത്തശ്ശി, അവളത് കഴിച്ചു. ആണോടി? ഞാൻ ജ്യൂസി കലക്കിയാ കൊടുത്തത്. അടുക്കളയിലേക്ക് ഞാൻ ചെല്ലുമ്പോ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് നിക്ക. മോക്ക് വേണോന്ന് എന്നോട് ചോദിച്ചു. എനിക്കൊരു ഗ്ലാസ് തന്നു. ഞാനത് കുടിച്ചു. എന്നിട്ട് വരുണിനുള്ള ജ്യൂസുമായിട്ട് അവൾ അകത്തേക്ക് പോയി. ആ സമയം കൃത്യമായിട്ട് മുത്തശ്ശി തന്ന മുഴുവൻ വിഷവും ഞാനതിലിട്ട് കലക്കി വെച്ചു. തിരിച്ചു വന്ന് അവളതെടുത്ത് കുടിക്കുകയും ചെയ്തു. എന്നാ പിന്നെ അവള് നേരം വെളുപ്പിക്കൂല. മുത്തശ്ശി, എത്ര നേരം പിടിക്കും വിഷം എഫക്ട് ചെയ്ത് തുടങ്ങാൻ? അതിനധികം നേരമൊന്നും വേണ്ടടി മോളെ. ആ, ഇനി കണിമംഗലത്തുനിന്ന് ആറ്റുവാശ്ശേരിയിലേക്ക് ഒരു ഫോൺ വരുന്നതേ അവളുടെ ചാവ് പറയാനായിരിക്കും. ഞാനും അതാ കാത്തിരിക്കുന്നെ. നാളെ അവളുടെ അവസാന യാത്രയാവട്ടെ.